ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ബഹളം തന്നെയാണ്. ലോക്സഭാ നടപടികൾ തടസ്സപ്പെടുത്താനുള്ള ഒരു നീക്കം ഇന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നുണ്ട്. അപ്പോഴും ഇന്ന് ഈ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ സഭയിലേക്ക് വരുമ്പോൾ ചർച്ചയിൽ പങ്കെടുക്കാം, ചർച്ചയോട് സഹകരിക്കാം എന്നാണ് പ്രതിപക്ഷം അറിയിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ പോലും ഇന്ന് സഭാ നടപടികൾ പുരോഗമിക്കുമ്പോൾ ലോക്സഭയിൽ പ്രതിപക്ഷത്തിന് ബഹളം എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് നന്ദഗോപനിലേക്ക് പോകാം. നന്ദൻ, ഇന്ന് ലോക്സഭയിൽ നിർണായകമായ ചർച്ച നടക്കുകയാണ്. 6 മണിക്കൂർ നീണ്ട ചർച്ച. ഇന്ന് ലോക്സഭ ചേരുമ്പോൾ തന്നെ പ്രതിപക്ഷം ഈ സഭ അലങ്കോലപ്പെടുത്താനുള്ള ഒരു ശ്രമം ഇന്നും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എപ്പോഴാണ് ചർച്ച? പ്പോൾ മുതൽ തന്നെ പ്രതിപക്ഷം അകാരണമായി സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയടക്കം ബഹളം വെക്കുകയാണ്. സഭ അകാരണമായി സ്തംഭിപ്പിക്കുന്ന നടപടികളിലേക്ക് പ്രതിപക്ഷം കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് പരീക്ഷാ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ സഹകരിക്കാമെന്നുള്ളതാണ് പ്രതിപക്ഷം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും എത്രമാത്രം സഹകരണം ചർച്ചയിൽ ഉണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും നിരന്തരം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ സമീപനത്തിന് യാതൊരു മാറ്റവുമില്ല എന്ന് വേണം വിലയിരുത്താൻ. അതേപോലെ തന്നെ രാജ്യസഭയിലും വളരെ സുപ്രധാനമായ ചർച്ച നടക്കേണ്ടിയിരിക്കുന്നു. അതായത് വന്ദേമാതരത്തിനെ അനാദരിക്കുന്നവർക്കെതിരെ, വന്ദേമാതരത്തെ അവഹേളിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുന്ന ബില്ലിന്മേലുള്ള ചർച്ചയും രാജ്യസഭയിൽ നടക്കാനിരിക്കുന്നു. രാജ്യസഭയിലും പ്രതിപക്ഷം സ്വാഭാവികമായും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രാജ്യസഭയും സഭാ നടപടികളും തടസ്സപ്പെടുകയാണ്. ലോക്സഭയും രാജ്യസഭയും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ള വിവരം. എന്തായാലും ഇന്ന് പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ നിർണായകമായ ചർച്ച നടക്കുന്ന ദിവസം. 6 മണിക്കൂർ നീണ്ട ചർച്ചയാണ് എന്നുള്ളതാണ് നന്ദഗോപൻ പങ്കുവച്ച വിവരം.